Dear students, today we are going to discuss the next chapter whose name is Units and Measurements. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് സിമ്പിളാണ്. ഒരു കാര്യം കൂടെ പറയുവാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും അത് പഠിച്ചെടുക്കാൻ. കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കുറച്ച് ഹയർ സെക്കൻഡറി ലെവലിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാട്ട് യു മീൻ ബൈ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? എന്തിനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഞാൻ ഹെഡിങ് എഴുതിയിട്ടുണ്ട്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷറബിൾ, അളക്കാൻ കഴിയുന്നതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. മനസ്സിലാവും എന്താണ് അളക്കാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസ്? അതായത് 1 കിലോഗ്രാം ഷുഗർ. അപ്പോൾ 1 കിലോ എന്ന് പറയുന്നത് കൃത്യമായി അളന്നെടുത്തതാണ്. ഇറ്റ് ഈസ് മെഷേർഡ് ഫ്രം സംവെയർ. ഒരു ചാക്ക് അരി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 1 കിലോഗ്രാം അളന്ന് മാറ്റിയതാണ്. സോ ഇറ്റ് ഈസ് എ മെഷറബിൾ തിങ്. അതുപോലെ 1 ലിറ്റർ ഓഫ് ഓയിൽ. അപ്പോൾ അളക്കാൻ കഴിയുന്ന എല്ലാ ക്വാണ്ടിറ്റികളെയും എന്ത് നമ്മൾ വിളിക്കാം? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാം. അത് 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷറബിൾ. മെഷർ ചെയ്യാൻ കഴിയുന്ന എല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ മെയിൻലി ഡിവൈഡഡ് ഇൻറ്റു 2. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതെ, 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2. 1 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അനദർ വൺ ഈസ് derived physical quantities. Okay, എന്താണ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷർഡ് ഡയറക്റ്റ്ലി. ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ കഴിയും. നമുക്ക് 1 കിലോഗ്രാം അരി വേണം. 1 കിലോഗ്രാമിൻ്റെ ഒരു ത്രാസും പടിയിൽ 1 കിലോഗ്രാമിൻ്റെ ഒരു എന്ത് ചെയ്യുക, മെഷർമെൻറ്റ് വാല്യൂ വയ്ക്കുക, അപ്പുറത്തോട്ട് എന്ത് ചെയ്യുക, ഇടുക. അപ്പോൾ നമുക്ക് 1 കിലോഗ്രാം അരി കിട്ടും. സോ ഇറ്റ് ക്യാൻ ബി മെഷർഡ് ഡയറക്റ്റ്ലി. ടൈം അറിയണം, നമുക്ക് ജസ്റ്റ് വാച്ച് നോക്കിയാൽ മതി, നമുക്ക് ടൈം അറിയാൻ പറ്റും. സോ ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ദോസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ കഴിയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മാസ്, ലെങ്ത്, ടൈം, ഇതൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ കഴിയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസാണ്. എന്താണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ദ സെക്കൻഡ് വൺ, ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഡിറൈവ്ഡ് ഫ്രം ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫോർ എക്സാമ്പിൾ സ്പീഡ് നമുക്കറിയാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ കഴിയും. ബൈ യൂസിങ് എ സ്കെയിൽ യു ക്യാൻ മെഷർ ഡയറക്ട്ലി ദ വാല്യൂ ഡിസ്റ്റൻസ്. ടൈമും നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ കഴിയും. പക്ഷേ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായ സ്പീഡ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ കഴിയുന്നതല്ല. ഇത് രണ്ടും ഡിവൈഡ് ചെയ്തെടുക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് റെഫേർഡ് ആസ് സ്പീഡ് ഈസ് റെഫേർഡ് ആസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. വെലോസിറ്റി, അനദർ എക്സാമ്പിൾ. വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്കുണ്ട്. ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ മെയിൻലി ഡിവൈഡ് ടു. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷർ ചെയ്യാൻ കഴിയുന്ന എല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ മെയിൻലി ഡിവൈഡഡ് ഇൻറ്റു 2. ഏതൊക്കെയാണത്? 1 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് 2 ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. What is you mean by fundamental quantities? Those physical quantities which can be measured directly മെഷർ ചെയ്യാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന, ഡിറൈവ് ചെയ്തെടുക്കുന്ന, ഒബ്റ്റെയിൻ ചെയ്യുന്ന, പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ടും 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. കാരണം ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി അടുത്ത പഠിക്കാൻ പോകുന്ന മെഷർമെൻറ്റ് എന്നുള്ളതാണ്. മെഷർമെൻറ്റ്. നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് മെഷർമെൻറ്റ്. എന്താണ് മെഷർമെൻറ്റ്? സി, നമുക്ക്
ഒരു ബക്കറ്റ് നിറച്ച് എന്തിരിപ്പുണ്ട്, ഷുഗർ ഇരിക്കുന്നു. നമുക്കറിയില്ല അതിൻ്റെ എമൗണ്ട് എത്ര വാല്യൂ ആണ് നമുക്കറിയത്തില്ല. സോ അൺനോൺ ആണ്. എത്ര കിലോഗ്രാം ഷുഗർ ഉണ്ട് എന്ന് നമുക്കറിയില്ല. ദാറ്റ് ഈസ് അൺനോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അൺനോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്കറിയില്ല. നമുക്കത് അറിയണം. നമ്മുടെ കയ്യിലൊരു നോൺ ഫിക്സഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. നോൺ ഫിക്സഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ശ്രദ്ധിച്ചോളൂ. നോൺ 1 കിലോഗ്രാം അതെപ്പോഴും അറിയാം 1 കിലോഗ്രാം ആണ്. അത് ഫിക്സഡ് വാല്യൂ ആണ്. ഫിക്സഡ് വാല്യൂ ആണ്. അതായത് അതിൻ്റെ വാല്യൂ എപ്പോഴും 1 കിലോഗ്രാം തന്നെ. അതുകൊണ്ടാണ് ആ ഫിക്സഡ് എന്ന് പറയുന്ന വാല്യൂ ഉദ്ദേശിക്കുന്നത്. ഇതുമായിട്ടൊരു കമ്പാരിസൺ ഉണ്ട്. എന്താ കമ്പയർ ചെയ്യുക? ത്രാസും പടി എടുക്കുക. ആ ത്രാസും പടിയിൽ ഒരു ഭാഗത്തോട്ട് എന്ത് വയ്ക്കുക? 1 കിലോഗ്രാം വയ്ക്കുക. മറ്റേ ഭാഗത്ത് 1 കിലോഗ്രാം ഈക്വൽ ആകുന്നതുവരെ ആ ഷുഗർ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഈക്വൽ ആകുമ്പോൾ ഈ 1 കിലോഗ്രാമിന് ഈക്വലൻ്റായി ഈ 1 കിലോഗ്രാം. ശരിയല്ലേ? അപ്പോൾ ദിസ് പ്രോസസ് എന്ത് പ്രോസസ്? ദ കമ്പാരിസൺ ഓഫ് എന്ത്? അൺനോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അറിഞ്ഞുകൂടാത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ വിത്ത് എ നോൺ ഫിക്സഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് മെഷർമെൻറ്റ്. എൻ്റെ കൂടെ ഒന്ന് പറയാൻ ശ്രമിച്ച്. ദ കമ്പാരിസൺ ഓഫ് അൺനോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് എ നോൺ ഫിക്സഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് മെഷർമെൻറ്റ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? മെഷർമെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏത് ചെറിയ വാക്കെടുത്താലും ശരി അതിന് ഫിസിക്സിൽ വ്യക്തമായ ഒരു ഡെഫിനിഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മെഷർമെൻറ്റ് നമ്മൾ പഠിച്ചു, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിച്ചു, ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിച്ചു, ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിച്ചു. ഓക്കെ, നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് എന്താണ് എന്നുള്ളതാണ്. അത് എക്സാമിന് 1 മാർക്കിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് യൂണിറ്റ്. ഓക്കെ, യൂണിറ്റ്. സി, to compare a physical quantity, unknown physical quantity, its value should compare with a standard of the same kind. എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ഷുഗറിൻ്റെ മാസ് അളക്കണം. അപ്പോൾ മാസിൻ്റെ ബേസിക് വാല്യൂ ആയ കിലോഗ്രാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. അല്ലാതെ ടൈം വെച്ചുകൊണ്ടല്ല ഈ മാസിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് വെച്ചിട്ടാണോ നമ്മളതിനെ കമ്പയർ ചെയ്യുന്നത്? ആരെ കമ്പയർ ചെയ്യുന്നത്? അൺനോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കമ്പയർ ചെയ്യുന്നത്. ആ ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വാല്യൂവിനെ പറയുന്ന പേരാണ് യൂണിറ്റ്. Simply, it is a standard value, basic value used for measurement, or standard value or basic value എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? മെഷർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഈ യൂണിറ്റ് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണ്? 1, അത് ബേസിക് വാല്യൂ ആണ്. 2, സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. അതൊന്നും അറിഞ്ഞിരുന്നാൽ മതി. സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. 3, ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. 4, ഒരു റെഫറൻസ് വാല്യൂ ആണ്. ഓരോന്നോട് പരിചയപ്പെടാം. എന്താണ് ബേസിക് വാല്യൂ? ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു വാല്യൂ, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ് സ്റ്റാൻഡേർഡ് വാല്യൂ? അതും എല്ലായിടത്തും ഒരുപോലെ അംഗീകരിച്ചാണ് സ്റ്റാൻഡേർഡിൽ. ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്, ലോകത്ത് എവിടെ ചെന്നാലും 1 കിലോഗ്രാം എന്ന് പറയുന്നത് സ്റ്റിൽ 1 കിലോഗ്രാം തന്നെയാണ്. റെഫറൻസ് വാല്യൂ, വാട്ട് യു മീൻ ബൈ റെഫറൻസ് വാല്യൂ? നമുക്ക് 1 കിലോ വേറൊരു വാല്യൂ ഉണ്ടാക്കണം 1 കിലോഗ്രാമിൻ്റെ. അപ്പം ത്രാസും പടിയിലും ഈ 1 കിലോഗ്രാം വയ്ക്കുക, അപ്പുറത്ത് 1 കിലോഗ്രാമിന് ഈക്വലൻ്റായ കുറേ കല്ലുമണ്ണും വാരി ഇടുക. സോ വെൻ ദാറ്റ് 2 parts becomes the same level, we can say that we were just made another 1 kilogram, isn't it? പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഇത് വെച്ച് നമുക്ക് എത്ര കിലോഗ്രാം വേണോ ഉണ്ടാക്കാൻ കഴിയും. അതാണ് സ്റ്റാൻഡേർഡ് റെഫറൻസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. എക്സാമിന് വേണമെങ്കിൽ എഴുതാം, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പോയിന്റ് ഈസ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് പഠിച്ചു, ഡിറൈവ്ഡ് യൂണിറ്റ്സും പഠിച്ചു. ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും കംപ്ലീറ്റ് ആയിട്ട് ഒരുമിച്ച് പറയുന്നതാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന്. ഓക്കെ, എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ദീസ് ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ ടുഗദർലി റെഫേർഡ് as സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, now we are going to different system of units, പല സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഫസ്റ്റ് വൺ, CGS സിസ്റ്റം. CGS സിസ്റ്റം. എന്താണ് ഈ CG സിസ്റ്റം? ഇതൊക്കെ വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സി, ദാറ്റ് ഈസ് സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ എന്ത് മെഷർ ചെയ്യാനാണ്? നമുക്കറിയാം, ലെങ്ത് മെഷർ ചെയ്യാൻ. ലെങ്ത് മെഷർ ചെയ്യാൻ സെൻറ്റിമീറ്റർ യൂസ് ചെയ്യും. G ഫോർ ഗ്രാം. ഗ്രാം നമ്മൾ എന്താ മെഷർ ചെയ്യുന്നത്? മാസ്.
മാസ് മെഷർ ചെയ്യാൻ നമ്മൾ ഗ്രാം യൂസ് ചെയ്യുന്നു. എസ് ഫോർ സെക്കൻഡ്. സെക്കൻഡ് നമ്മൾ ടൈമിന് വേണ്ടി യൂസ് ചെയ്യുന്നു. നോക്കൂ, ലെങ്ത് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ യൂണിറ്റായ സെൻറ്റിമീറ്റർ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഫണ്ടമെൻ്റൽ, ഈ എഴുതിയിരിക്കുന്നത് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബേസിക് യൂണിറ്റാണത്. അപ്പോൾ ചില രാജ്യത്ത്, ഇൻ സർട്ടൺ കൺട്രീസ്, CGS സിസ്റ്റം ഈസ് യൂസ്ഡ്. എന്താണ് CGS സിസ്റ്റം? അതായത് ലെങ്ത് മെഷർ ചെയ്യാൻ സെൻറ്റിമീറ്ററും, മാസ് മെഷർ ചെയ്യാൻ ഗ്രാമും, ടൈം മെഷർ ചെയ്യാൻ സെക്കൻഡും, ഈ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് CGS സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത്, ഇത് ഒരു സിസ്റ്റമാണ്. രണ്ടാമത്തെ സിസ്റ്റം MKS സിസ്റ്റം. ഇതുപോലെ തന്നെയാണ്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ, ഇവിടെ സെൻറ്റിമീറ്ററിന് വരെ മീറ്റർ. അപ്പോൾ അത് എന്ത് മെഷർ ചെയ്യാനാണ്? ലെങ്ത് മെഷർ ചെയ്യാൻ മീറ്റർ യൂസ് ചെയ്യുന്നു. കിലോഗ്രാം, ശ്രദ്ധിച്ചോളൂ, കിലോഗ്രാം. ഇവിടെ ഗ്രാമിലായിരുന്നു ഒരു കൺട്രിയിൽ യൂസ് ചെയ്യുന്നത്, മറ്റൊരു കൺട്രിയിൽ അത് കിലോഗ്രാമാണ്. എന്ത് മെഷർ ചെയ്യാനാണ്? മാസ് മെഷർ ചെയ്യാനാണ്. ഡൗട്ടില്ലല്ലോ, മാസ് മെഷർ ചെയ്യാൻ. അവിടെ ടൈം മെഷർ ചെയ്യാൻ സെക്കൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അത് ടൈം മെഷർ ചെയ്യാൻ. ഇതിനെ MK സിസ്റ്റം എന്ന് വിളിക്കുന്നു. ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഓരോ കൺട്രീസിലും ഓരോ ടൈപ്പ് സിസ്റ്റമാണ്. ചില കൺട്രീസിൽ CGS സിസ്റ്റം യൂസ് ചെയ്യുന്നു, ചില കൺട്രീസിൽ MK സിസ്റ്റം യൂസ് ചെയ്യുന്നു. ഇനി ഒരു കൺട്രിയിൽ FPS സിസ്റ്റം. എന്താണ് FPS സിസ്റ്റം? ലെങ്ത് മെഷർ ചെയ്യാൻ ഫൂട്ട് യൂസ് ചെയ്യുന്നു. മനസ്സിൽ വെച്ചോളൂ, ഫൂട്ട് യൂസ് ചെയ്യുന്നു. മാസ് മെഷർ ചെയ്യാൻ പൗണ്ട് യൂസ് ചെയ്യുന്നു. ടൈം മെഷർ ചെയ്യാൻ സെക്കൻഡ് യൂസ് ചെയ്യുന്നു. അങ്ങനെ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. എക്സാമിന് 2 മാർക്കിന് ചോദിക്കാം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? ദെയർ ആർ ബേസിക്കലി 3 ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്. ദേ ആർ 1 CGS സിസ്റ്റം, 2 MKS സിസ്റ്റം, 3 FPS സിസ്റ്റം. ഓക്കെ അല്ലേ? ഇന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയും, ഇൻ CGS സിസ്റ്റം, for measuring the physical quantity length we are using centimeter, and measuring a physical quantity mass we are using basic unit as gram, and for measuring time we are using seconds. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് ഇത് ഓരോന്നായിട്ട് പറയും. അപ്പം 3 സിസ്റ്റംസും ഉൾപ്പെട്ട് ഒരു എന്താ പറയുക 2 മാർക്കിനുള്ളൊരു ക്വസ്റ്റ്യൻ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കും. മനസ്സിലായല്ലോ? അടുത്ത പഠിക്കേണ്ട സിസ്റ്റമാണ് സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്. എന്താണ് ഈ സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചുരുക്കെഴുത്താണ് SI സിസ്റ്റം. സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു MK സിസ്റ്റം, വീണ്ടും പറഞ്ഞു FPS സിസ്റ്റം, വീണ്ടും പറഞ്ഞു CGS സിസ്റ്റം. ഇങ്ങനെ ഓരോ രാജ്യത്തും നമ്മൾ ഓരോരോ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നതിന് പകരം ദ ഹോൾ വേൾഡ് ടുഗദർലി റെഫേർഡ് അസ്, ഒരുമിച്ച് ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നു. ആ സിസ്റ്റമാണ് സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്. ഓക്കെ, അപ്പോൾ എല്ലാ രാജ്യത്തിനും ഓരോ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നതിന് പകരം ടോട്ടലി ലോകം മൊത്തം ഒരുമിച്ച് ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നതാണ് SI സിസ്റ്റം. മനസ്സിൽ വെച്ചോളൂ, സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്. പിടികിട്ടിയല്ലോ? ഈ സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് എന്ന് പറയുന്നതിൻ്റെ ചെറിയ രൂപമാണ്, ഷോർട്ട് രൂപമാണ് SI സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾ ലോകത്തുള്ള എല്ലാവരും, നമ്മൾ ഉൾപ്പെടെ എല്ലാവരും യൂസ് ചെയ്യുന്നത് സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. എന്തൊക്കെയാണ് എൻ്റെ പ്രത്യേകത? വാട്ട് ആർ ദ പിക്വാലിറ്റീസ് ഓഫ് ദാറ്റ് സിസ്റ്റം? സി, ദിസ് ഈസ് ആൻ അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് MK സിസ്റ്റം. MKS സിസ്റ്റത്തിൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ് സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്. അതൊന്നാമത്തെ പോയിന്റ് നിങ്ങളുടെ മനസ്സിലിരിക്കണം. എന്താണ് സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SI സിസ്റ്റം, ഇറ്റ് ഈസ് ആൻ അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് MKS സിസ്റ്റം. MKS സിസ്റ്റത്തിൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ് എന്താ? സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സിസ്റ്റത്തിൽ 3 സിസ്റ്റം നമ്മൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ്? FPS പറഞ്ഞായിരുന്നു, CGS പറഞ്ഞായിരുന്നു, MKS പറഞ്ഞായിരുന്നു. ഈ 3 സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ അതിനകത്ത് 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മാസ്, ലെങ്ത്, ടൈം. ബേസിക് ആയിട്ടുള്ള 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം. ശരിയല്ലേ? പക്ഷേ
ഈ സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണൽ അക്സെപ്റ്റഡ് എന്ന് പറയുന്ന SI സിസ്റ്റത്തിൽ 7+2 ടോട്ടലി ദർ ആർ 9 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ദേ ആർ ദ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഫിസിക്സ്. 9 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണോ 9 എണ്ണം ഞാൻ ആ ടാബിൾ കോളം വരച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് സ്ക്രീനിൽ നോക്കി തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ആ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ അതിനകത്ത് മാസ്, ഫസ്റ്റ് വൺ മാസ്സാണ് കൊടുത്തിരിക്കുന്നത്. മാസ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ബേസിക് യൂണിറ്റ് കിലോഗ്രാമാണ്. നമ്മൾ പഠിച്ചു കിലോഗ്രാം, kg ആണ് അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് നോക്കുകയെ, ലെങ്ത് അത് അളക്കുന്നത് മീറ്ററിലാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, സിമ്പൽ എന്ന് പറയുന്നത് സ്മോൾ m ആണ്. അടുത്തത് ടൈം, അത് സെക്കൻഡാണ്, S ആണ്. ഈ 3 കാര്യങ്ങൾ എവിടെ ഉണ്ടായിരുന്നതാണ്? MK സിസ്റ്റത്തിനകത്ത് ഉണ്ടായിരുന്നതാണ്. അഡീഷനായിട്ട് വന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ കെൽവിലാണ്, ക്യാപിറ്റൽ K ആണ്. അടുത്തത് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വെളിച്ചം, തീവ്രത, ഇൻറ്റൻസിറ്റി അളക്കാനുള്ളതാണ്. കാൻഡല കണ്ടോ, CD എഴുതിയിരിക്കുന്ന കണ്ടോ, CD അത് വരച്ചെഴുതണം. അടുത്തത് ഇലക്ട്രിക് കറണ്ട്, നമുക്കറിയാം ആംബിയർ ആണ്, ക്യാപിറ്റൽ A ആണ്. ദെൻ എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസ്, അത് കെമിസ്ട്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മോളാണ്. ഇത്രയാണ് 7 ഫണ്ടമെൻ്റൽ. പ്ലസ് 2 സപ്ലിമെൻ്ററി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് നോക്കിക്കേ. ആ 2 സപ്ലിമെൻ്ററി, ഒന്ന് പ്ലെയിൻ ആംഗിളും ഒന്ന് സോളിഡ് ആംഗിളുമാണ്. പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയനാണ്, അത് RAD ആണ്. സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് സ്റ്റെറിഡിയനാണ്, SR ആണ്. ഇത്രയാണ് ബേസിക്കായിട്ട് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. ഇത്രയും പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം.